പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെ ബിജെപി പ്രവർത്തകരുടെ ആക്രമണം. കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജിനെ പാലക്കാട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. കരോളിന് ഉപയോഗിച്ചിരുന്ന ബാൻഡിൽ CPIM എന്ന് എഴുതിയിരുന്നത് ചോദ്യം ചെയ്തായിരുന്നു ആക്രമണം. ബാൻഡ് സംവിധാനങ്ങളും അടിച്ച് തകർക്കുകയും കുട്ടികളെ മർദ്ദിക്കുകയും ഉൾപ്പെടെ ചെയ്തു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. നമ്മുടെ മനസ്സിൽ വീട്ടിലെ കുട്ടിക്ക് ഒരു ചെറിയൊരു ഒരു അപകടം പറ്റിയ സ്വാഭാവികം നമുക്ക് വിഷമമൊന്നുമല്ലോ, അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തികളായി മാറിയിരുന്ന ഈ നാട്ടിൽ RSSകാർ. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട രണ്ട് പ്രധാന വ്യക്തിത്വങ്ങൾ, നമ്മളെ കേരളത്തിലെ രണ്ട് പ്രധാന വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണെന്നറിയാം. നമ്മളെ കെന്നഡി കരിമീൻകാരിയും അതിലേറെ നമ്മളെ പൂഞ്ഞാലെ PC ജോർജും. തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അതും ഞാൻ മീഡിയ വൺ ചാനലിൽ ഇരുന്ന് തന്നെ പറഞ്ഞു. ജോസഫ് സാറിന്റെ കൈവെട്ടിയ കാലഘട്ടമല്ല ഇത്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓക്കേ. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തികളെയും ബാക്കി വെക്കുകയാണ് ഇവിടെ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറയുന്നു? ഭാരതത്തിൽ എന്ത് നടക്കണമെന്ന് ഭാരത ശില്പികൾ ഉദ്ദേശിച്ചോ അത് മാത്രമേ ഇനി ഇന്ത്യയിൽ നടക്കൂ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഈ കരിമ്പിൻകാലണ്ണൻ ഈ പ്രസംഗം പറയുമ്പോൾ ഇത് ആരോടാ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇത് ക്രിസ്ത്യാനികളോട് പറയും പോലെയുണ്ട് എന്നെ കരിമ്പിൻകാലണ്ണ ചോദിച്ചു മേടിച്ചു. പിന്നെ അണ്ണൻ പറഞ്ഞതിന് ചെറിയൊരു തെറ്റുണ്ടട്ടാ. ഭാരതത്തിന്റെ ശില്പികളല്ല ഇനി തീരുമാനിക്കുക, സംഘി ശില്പികളാണ് ഭാരതത്തിൽ ഇനി എന്തൊക്കെ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. രാജസ്ഥാൻ. अरे इधर ये हिंदू राष्ट्र है, इधर क्रिश्चियन का चलेगा नहीं. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറിയും മേടിച്ചാ നടാ ഞാൻ. उठा ले. ഡിസംബർ നിന്നൊന്നും ഞാൻ ശരിയാക്കി തരടാ. എടാ മുരട്ട് കാളെ. ആധാർ കാർഡ് नहीं चाहिए, सब लिफ्ट आप चलो. हिंदू हिंदू है ना, हिंदू है ना, हिंदू है तो फिर ये कैसे कर रहे हो? बंद करो, बंद कर. परमिशन कहाँ है? तो किसी को पूछ के बैठा इधर, कहीं से भी आके बैठ जाओगे? अरे ये नहीं बैठ सकते आप. ये जगन्नाथ देश है, जगन्नाथ चलेगा. बोलो वीडियो शुरू करें. मैं ये पूछना चाहता हूँ मिस्टर फादर से, चर्च का फादर से मैं पूछना चाहता हूँ कि जीसस क्राइस्ट का ग्रंथ का नाम बताओ. ग्रंथ करके नहीं है. हाँ क्या है? गॉस्पेल ऑफ जॉन वो सब क्या चीज है? बाइबल क्या चीज है? धार्मिक ग्रंथ है. ये कहाँ से मैन्युफैक्चर हुआ है? जस्ट टेल मी कहाँ से मैन्युफैक्चर हुआ है? Of course, it was not printed in India. भारत वर्ष में ये पैदा हुआ ही नहीं था. विदेशी क्रिश्चियन लोगों का, विदेशी भाषाओं का बाइबल हमारे इंडिया में क्या रहेगा? അപ്പൊ RSകാരെ കൊണ്ടേ പറ്റൂ ഇതിനെ നേരിടാനിരിക്കുന്നു. ആരെ നേരിടുന്ന കാര്യമാണ് PC ജോർജ് അണ്ണ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ സംഘികള് ക്രിസ്ത്യാനികളെ നേരിടുന്ന കാര്യമാണോ നിങ്ങളിപ്പോ പറഞ്ഞത്? हमारा क्या है? चारों वेद है, मनुस्मृति है, उपनिषद है. हम कोई भी क्रिश्चियनों का बाइबल को फॉलो नहीं करेंगे. Am I clear? बोलो ओम भूर्भुवः स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्. ओके, जय श्री राम. जीसस क्राइस्ट इज नॉट आवर्स. जीसस क्राइस्ट इज नॉट आवर्स. हमारा कौन है? राम भगवान. Am I right? इस शर्त पे साला इधर बाबरी मस्जिद बन रहा है, उसके लिए कोई आवाज नहीं उठा रहा है ना? बाबरी मस्जिद बन रहा है, उसके लिए कोई आवाज नहीं उठा रहा है. हिंदुओं का धर्म परिवर्तन होना चाहिए, है ना? मौलाना महमूद मदानी इज एंटी नेशनल. दैट बास्टर्ड शुड बी अरेस्टेड. बोल सकते हो ना? हम धर्म परिवर्तन करवाएंगे. वाई बेबी? हमारा जीसस क्राइस्ट. जवाब दे भाई. सबके सामने पूछ रहा हूँ इसको. എന്നാ പിന്നീടില്ല നിങ്ങളെ വാക്ക് ഇപ്പൊ അച്ചട്ടായി. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയായി. സംഘികളിപ്പം ക്രിസ്ത്യാനികളുടെ മേലെ കുതിര കയറാൻ തുടങ്ങി നമ്മളെ കേരളത്തിലും. मदर मैरी, जीसस क्राइस्ट को पैदा करने वाला मदर मैरी कैसे प्रेग्नेंट हुई थी बताओ? आई एम वेटिंग. गई नहीं है फिर भी बोल रहा हूँ. जीसस क्राइस्ट कैसे पैदा हुआ था बताओ? പവിത്ര ആത്മാ के द्वारा. अरे तू बिना सेक्स के बच्चा पैदा कर सकता है? वही तो परमेश्वर का पुत्र तभी है ना, क्योंकि इंसान के अंदर पाप है. नहीं घुसेगा तो बच्चा कैसे पैदा होगा? पाप से अगर पाप से जन्मा हुआ व्यक्ति कभी भी पाप से छुटकारा नहीं दे सकता है ना. तो इसलिए परमेश्वर की आत्मा ये जो बायोलॉजिकल जो होता है उसके द्वारा पैदा नहीं हुआ है. Oh really? Can you explain this to the gynecologist?
ये बेबी है? Are you educated? Are you educated, baby? Yes, I'm educated. Okay, you know the process of बच्चा पैदा करने का प्रोसीजर बताऊंगा। बच्चा पैदा करने का प्रोसीजर बताऊंगा। मेरी सुन तो सही। मैं जैसे पैदा हुई हूँ। कैसे पैदा हुई बताओ? आपको कैसे? अरे मम्मी पापा के मिलने से पैदा हुए ना, साहब बताओ खुल के। अरे सांड और गाय मिलेगा तभी तो बच्चा पैदा होता है ना। खुल के बोल रहा है। अरे सांड आप बीच में क्यों बोल रहे? बैठ जाओ वहीं बैठ। ये जवाब देना, यहाँ पे खड़ा होकर सबका कॉन्फ्रेंस करा दिया। പിന്നെ അതിന്റെ ഇടയ്ക്ക് പി സി ജോർജാണ് എന്തോ തള്ളുന്നത് കേട്ട് 400ഓളം RSR ട്രൗസർ ഇട്ട് വന്നപ്പോ ആരോ ഓടിയെന്ന്. അണ്ണന് ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്, വയസ്സായില്ലേ. മിക്കവാറും എന്താ സംഭവിച്ചിട്ടുണ്ടെന്നറിയാം. 4 ആളെ കണ്ടപ്പം ഈ 400ഓളം ട്രൗസർ ഇട്ട സംഖ്യയിലുണ്ടല്ല ഓടടാ ഓട്ടോ ഓടിയിട്ടുണ്ടാവും. എടപ്പാൾ ഓട്ടത്തിന്റെ വേറൊരു ഓട്ടം. इसको तुरंत भर्ती करो, भागो। तुरंत भर्ती करो, भागो। हिंदू है ना? हिंदू हो तो ये क्यों बेच रहे हो? क्या बेच रहे हो? अरे नहीं चाहिए ना, बेचो। दूसरा चीज बेचो ना, नहीं कर रहे हो। इसको छोड़ के और कुछ कर सकते हो? नहीं कर सकते हो बस। तो हिंदुओं के इसको कैसे बेच रहे हो? इसको मुसलमान बेचते। नहीं वो बात नहीं मैं बोल रहा हूँ। उससे कोई मतलब नहीं, हमको उससे कोई मतलब नहीं। തലച്ചോറ് നായിന്നാലേ പറഞ്ഞിട്ട് കാര്യമല്ല. ഓ जगन्नाथ देश में नहीं चलेगा। आप बाहर से आके कोई परमिशन नहीं, इधर बैठ के ये क्रिश्चियन चीज बेचोगे नहीं। हम हिंदू हम नहीं सही बर्दाश्त नहीं करेंगे आप। नहीं आप परमिशन लेटर लेके आओ। 100ാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ, അതവന്റെ രക്തത്തിലുള്ളത്. बैठो, हमें कोई दिक्कत नहीं है। और तुम्हारे पास परमिशन देंगे कहीं इधर से आएगा, इधर से ब्लास्टिंग हो जाएगा, क्या कौन देखेगा? ഈ രണ്ട് മഹത് വ്യക്തികളെ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ മറക്കാതിരിക്കേണ്ട കുറച്ച് പേര് കൂടിയുണ്ട്. നമ്മളെ പൂഞ്ഞാറിയ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, പിന്നൊന്ന് നമ്മളെ അനൂപ് ആന്റണി, പിന്നെ വൺ ആൻഡ് ഓൺലി കാസേലെ ഹൂസൻ കെവിൻ പീറ്റർ. നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല, നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മൽ. नहीं करेंगे, ये भर्ती करो, तुरंत भागो। अरे ये लोग को माने मन को भोगाओ यार, भोगाओ मन को। किए कौन आसिके बॉम्बिंग करते ही पड़े। ഇന്നലെ പകൽ മഹാരാഷ്ട്രയിൽ നടന്നതാണ്. ഇത് കണ്ടപ്പോഴല്ല നമ്മളെ കേരളത്തിലെ പാലക്കാട് സംഘികള് പറഞ്ഞ് അങ്ങ് മഹാരാഷ്ട്രയിൽ ഇത് നടക്കുമെങ്കിൽ നമ്മളെ കേരളത്തിൽ നമ്മൾ ഇത് നടത്തുന്നു. അങ്ങനെയാണ് ക്രിസ്മസിന്റെ കരോൾ സംഘത്തിന് നേരെ നമ്മളെ സംഘികള്, പാലക്കാട്ടെ സംഘികള് ഇമാതിരി പണിയെടുത്ത് വെച്ചത്. ചെറിയ കുട്ടികൾ നമുക്ക് ഫോട്ടോകളും കാണിക്കാൻ പറ്റില്ല. അത്രയും ചെറിയൊരു കുട്ടികൾ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. आधार नहीं यहाँ कर जाति गोत्र ठीक नहीं, हम पूरे हमें पोसिया पाई तो बारो ये जगन्नाथ देश पूरा क्लीन रहो. അപ്പൊ ഇപ്പൊ നമ്മളെ കേരളത്തിലെ സംഖ്യകൾ എന്താ പറഞ്ഞറിയാം, നമുക്ക് ഉത്തരേന്ത്യയിൽ മാത്രമല്ലടാ പിടി, ഇനി കേരളത്തിൽ പാലക്കാടും ഇടാ നല്ല പിടി എന്നാണ് ഇപ്പൊ നമ്മളെ കേരളത്തിലെ സംഖ്യകൾ പറഞ്ഞു വരുന്നത്. എല്ലാവരുടെ വീട്ടിലെ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ വീട്ടിലെ കുട്ടിക്ക് ഒരു ചെറിയൊരു ഒരു അപകടം പറ്റിയ സ്വാഭാവികം നമുക്ക് വിഷമമൊന്നുമല്ലോ, അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തികളായി മാറിയിരുന്ന ഈ നാട്ടിൽ RSSകാർ. അങ്ങനെ ഈ ഡയലോഗെല്ലാം കേട്ടിട്ട് കേരളത്തിലെ സംഖ്യകൾ ക്രിസംഖ്യകൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന വേറൊരു വാർത്ത കൂടി അങ്ങ് ഊപ്പിന്ന് നമ്മൾ യോഗി ആദിത്യനാഥിന്റെ ഊപ്പിന്ന് വന്നത്. ആ മനോഹരമായ വാർത്ത കൂടി നമുക്ക് കേട്ടാലോ. ക്രിസ്മസ് അവധിയും ആഘോഷവും ഒഴിവാക്കാൻ ഉറച്ച ഉത്തർപ്രദേശ്. ഒരു പ്രത്യേക ജീവിതമല്ലേ. സ്കൂളുകൾക്ക് ഇത്തവണ ക്രിസ്മസ് അവധി ഇല്ലെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ക്രിസ്മസ് ദിനം സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായിരിക്കുമെന്നും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി പരിപാടികൾ സ്കൂളുകളിൽ നടത്താനുമാണ് സർക്കാർ നിർദ്ദേശം വന്നിരിക്കുന്നത്. റബ്ബറിന്റെ വില കൂട്ടിക്കഴിഞ്ഞാല് ഇക്കാര്യങ്ങളൊക്കെ മറക്കും. പിന്നെ നമ്മൾ വെള്ളിക്കുരിശും കൊണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരേന്ത്യയിൽ നടന്നതും ഈ കേരളത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ കുറച്ച് ആൾക്കാർ അങ്ങ് മറക്കും. ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ അണ്ടവാ.